ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. സോ നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് നമ്മുടെ ഫസ്റ്റ് മോഡ്യൂളിലെ ഏറ്റവും ലാസ്റ്റ് ചാപ്റ്റർ ആയ ദ ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷൻ എന്ന ചാപ്റ്റർ ആണ്. പലർക്കും ബുദ്ധിമുട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. പക്ഷേ ഈ വീഡിയോയിൽ ഈ ചാപ്റ്ററിനെ വളരെ സിമ്പിൾ ആയിക്കൊണ്ട് വളരെ ഈസി ആയിട്ടായിരിക്കും നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. സോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്തെടുത്തോളൂ. സോ വിതൗട്ട് വേസ്റ്റിംഗ് ടൈം, ലെറ്റ്സ് ഫാസ്റ്റ് ബിഗിൻ. അപ്പൊ നമ്മുടെ ദ ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷൻ എന്ന് പറയുന്ന നമ്മുടെ ചാപ്റ്റർ പലർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ചാപ്റ്റർ ആണ്. കാരണം കുറച്ച് ടെക്നിക്കൽ ടേംസും ഒക്കെ ആയിട്ട് പഠിക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള ചാപ്റ്റർ ആണ്. പക്ഷേ ഇന്ന് നമ്മൾ അത് വളരെ സിമ്പിൾ ആയ വേർഡ്സിൽ വളരെ ഈസി ആയിക്കൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോവുകയാണ്. സോ ക്ലാസ് എല്ലാവരും ശ്രദ്ധിച്ച് തന്നെ കാണുക. നിങ്ങൾ വേറെ ഒന്നും പേടിക്കണ്ട, നമുക്ക് ഇവിടെ വെച്ച് തന്നെ അത് പഠിക്കാവുന്നതാണ്. ലെറ്റ്സ് സ്റ്റാർട്ട്. സോ നമ്മൾ ഈ ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് പിന്നിലോട്ട് പോകണം. അതായത് നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയം 1947. ബ്രിട്ടീഷുകാരിൽ നിന്നും ഇന്ത്യക്ക് ഫ്രീഡം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെ ആയിരിക്കണമെന്നും ഇന്ത്യൻ ഭരണഘടന എങ്ങനെയൊക്കെ പ്രവർത്തിക്കണമെന്നും ഒരു ധാരണ നമുക്കുണ്ടായിരുന്നു. സോ സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം എങ്ങനെ ആയിരിക്കണം നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ ഒരു മാർഗനിർദ്ദേശം, അതുപോലെ തന്നെ മറ്റുള്ള ആശയങ്ങളുമാണ് നമ്മുടെ ദ ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷനിൽ ഉള്ളത്. അതായത് വളരെ സിമ്പിൾ ആയിക്കൊണ്ട് തന്നെ നിങ്ങളോട് പറയുകയാണെങ്കിൽ, ഭരണഘടനാ അസംബ്ലിയിൽ അവതരിപ്പിച്ച ഒരു പ്രമേയമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ എന്തൊക്കെ മാർഗനിർദ്ദേശങ്ങളും ആശയങ്ങളുമാണ് ഇന്ത്യൻ ഭരണഘടന നിർമ്മിക്കുന്ന സമയത്ത് പരിഗണിക്കേണ്ടത് എന്നാണ് ഉള്ളത്. ആൻഡ് ഈ ദ ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷൻ എന്ന് പറയുന്ന ഈ സംഭവം ആദ്യമേ ജവഹർലാൽ നെഹ്റുവും മറ്റുള്ള ബന്ധപ്പെട്ട ആളുകളും പ്രിപ്പയർ ചെയ്തതായിരുന്നെങ്കിലും അത് സാധാരണക്കാർ വരെ അറിയണമെന്ന് അവർക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് ഒരു വർഷം മുമ്പ്, അതായത് ഡിസംബർ 13, 1946 ജവഹർലാൽ നെഹ്റുവും അംഗങ്ങളും ഈ ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷൻ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ അവതരിപ്പിക്കുന്നത്, നിയമസഭയിലെ അംഗങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്, ആൻഡ് അവർ വഴി സാധാരണക്കാരിലേക്കും എത്താൻ വേണ്ടി. ആൻഡ് നമുക്ക് കാണാൻ സാധിക്കും, ഈ ഒരു പ്രമേയത്തിൽ തന്നെയാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ദ ബിഗ്ഗസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ എവർ റിട്ടൺ, പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് നോക്കാം എന്തൊക്കെയായിരുന്നു ദ ഒബ്ജക്റ്റീവ്സ് റെസൊല്യൂഷനിൽ ഉണ്ടായിരുന്നത്, എന്തൊക്കെയായിരിക്കണം ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ടായിരിക്കണമെന്ന് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ബിൽഡേഴ്സിന് അന്ന് തോന്നിയിരുന്നതെന്ന് നമുക്കിന്ന് നോക്കാം. സോ നമ്മൾ ടെക്സ്റ്റിലേക്ക് കടക്കുമ്പോൾ നമുക്ക് ആദ്യം കാണാൻ സാധിക്കുന്നത് ഐ ബെഗ് ടു മൂവ് എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇവിടെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജവഹർലാൽ നെഹ്റു നിയമസഭാ അംഗങ്ങൾക്ക് മുന്നിൽ ഇത് അവതരിപ്പിക്കുന്ന സമയത്ത് സ്പീക്കറുടെ അനുമതി വാങ്ങേണ്ടതുണ്ട്. അതായത് നമ്മളൊരു പാർലമെന്റിലോ നിയമസഭയിലോ നമ്മുടേതായ ഒരു കാര്യം പറയുന്നതിന് മുമ്പ് നമുക്ക് സ്പീക്കറുടെ അനുമതി വേണം. സോ അതിനു വേണ്ടി പറയുന്ന ഒരു വാക്കാണ് ഐ ബെഗ് ടു മൂവ് എന്ന സ്റ്റേറ്റ്മെന്റ്. സോ നമുക്ക് ഫസ്റ്റ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്താണെന്ന് നോക്കാം. ദിസ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഡിക്ലെയർസ് ഇറ്റ്സ് ഫേം ആൻഡ് സോളം റിസോൾവ് ടു പ്രൊക്ലെയിം ഇന്ത്യ ആസ് an independent sovereign republic and to draw up for her future governance എ കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇനി മുതൽ ഡിക്ലെയർ ചെയ്യുകയാണ് എന്ത്, നമ്മുടെ ഇന്ത്യ ഇനി മുതൽ ഒരു സോവറിൻ റിപ്പബ്ലിക് കൺട്രി ആയിരിക്കുമെന്നും അതുപോലെ തന്നെ ഇന്ത്യയുടെ ഫ്യൂച്ചർ ഗവേണൻസിന് ഭാവിക്ക് വേണ്ടി ഒരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും വേണമെന്ന് ഡിക്ലെയർ ചെയ്യുന്നതാണ് ഫസ്റ്റ് റെസൊല്യൂഷൻ. സോ അത്രയും സിമ്പിൾ ആണ്. നമുക്ക് ഇതുപോലെ തന്നെ ഓരോ സ്റ്റേറ്റ്മെന്റ്സും നമുക്ക് ഇതുപോലെ തന്നെ ചെറുതാക്കി തന്നെ നമുക്ക് പഠിക്കാവുന്നതാണ്. സോ നമുക്ക് സെക്കൻഡ് വണ്ണിലേക്ക് വരാം. വെയറിൻ ദ ടെറിട്ടറീസ് ദാറ്റ് നൗ കംപ്രൈസ് ബ്രിട്ടീഷ് India and territories that now from the Indian states and such other parts of India as are outside British India and the states as well as such other territories as are willing to be constituted into the independent sovereign India shall be the union of them all. And അതായത് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് വളരെ സിമ്പിൾ ആയിക്കൊണ്ട് പറയുകയാണെങ്കിൽ തന്നെ എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യൻ യൂണിയനിൽ ഏതൊക്കെ ടെറിട്ടറീസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതായത് ഏതൊക്കെ വേണമെന്ന് നമുക്ക് നോക്കാം. ബ്രിട്ടീഷ് ഇന്ത്യ, അതായത് ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന സ്ഥലവും അതുപോലെ തന്നെ ഇന്ത്യൻ സ്റ്റേറ്റ്സും അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഔട്ട്സൈഡിലുണ്ടായിരുന്ന ഇന്ത്യയുടെ ഭാഗങ്ങളും അതുപോലെ തന്നെ ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ ആഗ്രഹമുള്ള വില്ലിംഗ് ആയിട്ടുള്ള എല്ലാ ടെറിട്ടറീസും കൂടി ചേർന്നതായിരിക്കണം നമ്മുടെ ഇന്ത്യൻ യൂണിയൻ എന്നാണ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. സോ നമുക്ക് തേർഡ് വൺ നോക്കാം. വെയറിൻ ദ സെഡ് ടെറിട്ടറീസ് whether with their present boundaries or with such others as may be determined by the Constituent Assembly and thereafter according to the law of the Constitution shall possess and retain the status of autonomous units together with residuary powers and exercise all powers and functions of government and administration save and except such powers and functions as are vested in or assigned to the Union or as are inherent or implied in the Union or resulting therefrom. And
സോ നമ്മുടെ തേർഡ് സ്റ്റേറ്റ്മെന്റ് കുറച്ച് ലോങ് ആണെങ്കിലും വളരെ സിമ്പിൾ ആയിക്കൊണ്ട് തന്നെ പറയുകയാണെങ്കിൽ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കേന്ദ്രഭരണ പ്രദേശങ്ങൾ ആൻഡ് അതിന്റെ അതിർത്തികളും അവരുടെ അവകാശങ്ങളും ആണ് പറയുന്നത്. അതായത് കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ സ്വയം ഭരണത്തിന് അവകാശമുണ്ട്, എന്നാൽ അത് കൺട്രോൾ ചെയ്യുന്നത് കേന്ദ്രമായിരിക്കും. അതായത് ഞാൻ ഒന്നും കൂടി പറഞ്ഞു തരാം. കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ അവർക്ക് അവരുടേതായിട്ടുള്ള അതിർത്തികളും അവരുടെ അവകാശങ്ങളും ഉണ്ട്, അതുപോലെ തന്നെ സ്വയം ഭരണത്തിനുള്ള അവകാശവുമുണ്ട്, എന്നാൽ അവരുടെ കൺട്രോൾ ആരുടെ കയ്യിലായിരിക്കും? കേന്ദ്രത്തിന്റെ കയ്യിലായിരിക്കും എന്നാണ് പറയുന്നത്. സോ നമുക്ക് ഫോർത്ത് വൺ എന്താണെന്ന് നോക്കാം. വെയറിൻ ഓൾ പവർ ആൻഡ് അതോറിറ്റി ഓഫ് ദ sovereign independent India, its constituent parts and organs of government are derived from the people and. അതായത് ഈ ചെറിയ സ്റ്റേറ്റ്മെന്റ് ആയ നമ്മുടെ നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് സോവറിനും ഇൻഡിപെൻഡന്റുമായ നമ്മുടെ ഇന്ത്യയിലെ പവറും അതോറിറ്റിയും നമ്മൾ പീപ്പിൾ ആഗ്രഹിക്കുന്ന പോലെ അവർ ഡിറൈവ് ചെയ്യുന്ന പോലെ ആയിരിക്കണം എന്നാണ് പറയുന്നത്. അതായത് ഇന്ത്യയിലുള്ള പവേഴ്സും അതോറിറ്റീസും എല്ലാം പീപ്പിളിന് വേണ്ടിയുള്ളതായിരിക്കണം, അവർ ഡിറൈവ് ചെയ്യുന്ന പോലെ ആയിരിക്കണം എന്നാണ് പറയുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ഫിഫ്ത്ത് വൺ എന്താണെന്ന് നോക്കാം. വെയറിൻ ഷാൽ ബി ഗ്യാരണ്ടീഡ് ആൻഡ് സെക്യൂർഡ് ടു ഓൾ ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ജസ്റ്റിസ്, social, economic and political equality of status, of opportunity and before the law, freedom of thought, expression, belief, faith, worship, vocation, association and action subject to law and public morality and. അതായത് വളരെ സിമ്പിൾ ആയിക്കൊണ്ട് തന്നെ പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ ഓരോരുത്തർക്കും, എല്ലാ ഇന്ത്യക്കാർക്കും ജസ്റ്റിസും സോഷ്യലും എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ അവകാശങ്ങൾ തുല്യമാണെന്നും അത് ഗ്യാരണ്ടീഡ് ആണെന്നും എന്നാണ്. അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റി, അവസരങ്ങളും ഫ്രീഡം ഓഫ് തോട്ട്, സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള അവകാശവും അതുപോലെ തന്നെ എക്സ്പ്രസ് ചെയ്യാനുള്ള അവകാശവും അതുപോലെ തന്നെ ബിലീഫ്, വിശ്വസിക്കാനുള്ള അവകാശവും, ഫെയ്ത്ത് അതായത് റിലീജിയൻ തിരഞ്ഞെടുക്കാൻ നമുക്ക്, വർഷിപ്പ് ആരോട് ആരാധിക്കണം, എന്തിനോടൊക്കെ ആരാധിക്കണം എന്നതിനുള്ള സ്വാതന്ത്ര്യവും, വൊക്കേഷൻ ഏത് ജോലി ചെയ്യണമെന്നുള്ള ഫ്രീഡവും, കൂട്ടായ്മകൾ ഉണ്ടാക്കാനുള്ള അതായത് അസോസിയേഷൻസ് ഉണ്ടാക്കാനുള്ള അവകാശങ്ങളും അതുപോലെ തന്നെ എല്ലാത്തിനും ഈക്വലായ അവകാശങ്ങൾ ഓരോ ഇന്ത്യക്കാരനും ഉണ്ടെന്നാണ് ഇതിൽ പറയുന്നത്. പക്ഷെ ഇതെല്ലാം സബ്ജക്ട് ടു ലോ ആണ്. ലോ അനുസരിച്ച്, അതായത് ഇതിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ലോന്റെ അണ്ടറിൽ വരണം, അപ്പോൾ ഇതെല്ലാം എല്ലാ ഇന്ത്യക്കാർക്കും തുല്യമായിരിക്കും എന്നാണ് പറയുന്നത്. സിക്സ്ത് വൺ, വെയറിൻ adequate safeguards shall be provided for minorities, backward and tribal areas and depressed and other backward classes and. അതായത് നമുക്കറിയാവുന്ന പോലെ തന്നെ മൈനോറിറ്റീസ്, അതുപോലെ തന്നെ ബാക്ക്വേർഡ് പീപ്പിൾ ആൻഡ് ട്രൈബൽ ഏരിയാസ്, അതായത് ആദിവാസികളും അതുപോലെ തന്നെ പിന്നോട്ട് നിൽക്കുന്ന ക്ലാസസിനുമൊക്കെ സുരക്ഷ ഉറപ്പാക്കണം, അവരെ സംരക്ഷിക്കണം എന്നാണ് സിക്സ്ത് സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. സോ സെവൻത് വൺ, വെയർ ബൈ ഷാൽ ബി മെയിൻറ്റെയിൻ ദ ഇന്റഗ്രിറ്റി ഓഫ് ദ ടെറിട്ടറി ഓഫ് ദ റിപ്പബ്ലിക് ആൻഡ് ഇറ്റ്സ് സോവറിൻ റൈറ്റ്സ് ഓൺ ലാൻഡ്, സീ ആൻഡ് എയർ അക്കോർഡിംഗ് ടു ജസ്റ്റിസ് ആൻഡ് ദ ലോ ഓഫ് സിവിലൈസ്ഡ് നേഷൻ ആൻഡ്. അതായത് മേൽ പറഞ്ഞ അവകാശങ്ങളെല്ലാം, പരമാധികാരങ്ങളെല്ലാം ലാൻഡിലും സീയിലും എയറിലും ഒരുപോലെ തന്നെ ജസ്റ്റിസ് സെർവ് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് എയ്ത്ത് വൺ നമുക്ക് നോക്കാം. ദിസ് ആൻഷ്യൻ ലാൻഡ് അറ്റൈൻസ് ഇറ്റ്സ് റൈറ്റ്ഫുൾ ആൻഡ് ഹോണർഡ് പ്ലേസ് ഇൻ ദ വേൾഡ് ആൻഡ് മേക്സ് ഇറ്റ്സ് ഫുൾ ആൻഡ് വില്ലിംഗ് കോൺട്രിബ്യൂഷൻ ടു ദ പ്രൊമോഷൻ ഓഫ് വേൾഡ് പീസ് ആൻഡ് ദ വെൽഫെയർ ഓഫ് മാൻകൈൻഡ്. അതായത് നമ്മുടെ അവസാനത്തെ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്തായിരിക്കണം, ഈ മണ്ണ്, ഇന്ത്യ എന്ന മണ്ണ് എന്തിനു വേണ്ടി നിൽക്കണം? ലോക രാജ്യങ്ങളുടെ സമാധാനത്തിന്, അതായത് വേൾഡ് പീസിനും അതുപോലെ തന്നെ വെൽഫെയർ ഓഫ് മാൻകൈൻഡ്, മനുഷ്യരാശിയുടെ പുരോഗതിക്കും അതുപോലെ തന്നെ മനുഷ്യരുടെ വെൽഫെയറിന് വേണ്ടി ആയിരിക്കണം നമ്മുടെ ഇന്ത്യ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത്, അതിനുവേണ്ടി നമ്മുടെ ഇന്ത്യ വില്ലായിരിക്കണം എന്നാണ് പറയുന്നത്. സോ ദാറ്റ്സ് ഇറ്റ് ഫ്രണ്ട്സ്. ഈ ഒരു 8 കാര്യങ്ങൾ തറവായി പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ സിമ്പിൾ ആയിക്കൊണ്ട് തന്നെ എക്സാമിന് എഴുതാവുന്നതാണ്. സോ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഫ് യു ഹാവ് എനിത്തിങ് ടു നോ മോർ അബൌട്ട് ഓർ എനി ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഒപ്പം നിങ്ങൾ ഈ വീഡിയോന്റെ ഇവിടെ വരെ കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒരു ഗ്രീൻ ഹാർട്ട് എന്തായാലും തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. എനിക്ക് നിങ്ങൾ ക്ലാസ് ഫുൾ ആയിട്ട് തന്നെ വാച്ച് ചെയ്തെന്ന് അറിയാൻ സാധിക്കും. സോ നമ്മുടെ ഫസ്റ്റ് മോഡ്യൂൾ ഇവിടെ തീരുകയാണ്. സോ എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് ക്ലാസ്സുമായി കാണാം. ലെറ്റ്സ് പാസ് ഡിഗ്രി.